നമസ്കാരം, ദ ന്യൂസ് ഐയിലേക്ക് സ്വാഗതം. ആരോഗ്യരംഗത്ത് ആധുനികവൽക്കരണത്തിന് ഊന്നൽ നൽകുന്ന വിപ്ലവകരമായ ചുവടുവയ്പ്പാണ് മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടത്തിന് വിർച്വൽ ഓട്ടോപ്സി നടപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ആരോഗ്യമന്ത്രി കെ മുരളീധരനാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം അറിയിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരിക്കും ഇതിന് തുടക്കം കുറിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശരീരത്തിലെ ആന്തരികാവയവങ്ങൾ പൂർണ്ണമായി കീറിമുറിച്ച് പരിശോധിക്കുന്ന പരമ്പരാഗതമായ സംവിധാനമാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. കഠിനവും കാലതാമസത്തിന് ഇടവരുത്തുന്നതും മരണത്തിന്റെ ആഘാതത്തിൽ കഴിയുന്ന കുടുംബങ്ങൾക്കും ബന്ധുക്കൾക്കും കൂടുതൽ ആഘാതമേൽപ്പിക്കുന്നതുമാണ് ഈ പരമ്പരാഗത രീതി. വികസിത രാജ്യങ്ങൾ ഇതിനു പകരം മൃതദേഹത്തിന് ഒരു പോറലും ഏൽപ്പിക്കാതെ മരണകാരണം കണ്ടെത്താൻ സഹായിക്കുന്ന ഡിജിറ്റൽ പോസ്റ്റ്മോർട്ടത്തിലേക്ക് മാറിയിട്ട് കാലങ്ങളായി. കേരളം ആരോഗ്യ മേഖലയിൽ വികസിത രാജ്യങ്ങളോടൊപ്പം എത്തിയെന്ന് അവകാശപ്പെടുമ്പോഴും പോസ്റ്റ്മോർട്ടത്തിന് പരമ്പരാഗത രീതിയാണ് തുടർന്നു വരുന്നത്. CT സ്കാൻ, MRI, ത്രിമാന ഇമേജിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങൾ പരിശോധിച്ച് പരിക്കുകൾ, അസ്ഥിക്ക് സംഭവിച്ച ചതവുകൾ, രക്തസ്രാവം, വെടിയേറ്റ പാടുകൾ തുടങ്ങിയവ കണ്ടെത്താൻ കഴിയുന്ന ആധുനിക പരിശോധനാ രീതിയാണ് വിർച്വൽ ഓട്ടോപ്സി. പരമ്പരാഗത പോസ്റ്റ്മോർട്ടത്തിൽ ശരീരം തുറക്കുന്നതോടെ രക്തക്കുഴലിലോ ഹൃദയത്തിലോ ഉണ്ടാകുന്ന വായുവിന്റെയോ മറ്റു വാതകങ്ങളുടെയോ സാന്നിധ്യം അപ്രത്യക്ഷമാകാറുണ്ട്. വിർച്വൽ ഓട്ടോപ്സിയിൽ ഇത് കൃത്യമായി രേഖപ്പെടുത്തും. ശരീരം കീറിമുറിച്ച് തുറന്നു നോക്കാതെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ശരീരത്തിന്റെ ഉൾഭാഗത്തേക്ക് കണ്ണെത്താൻ സഹായിക്കുന്ന വിർച്വൽ ഓട്ടോപ്സി വഴി പരമ്പരാഗത പോസ്റ്റ്മോർട്ടത്തിലൂടെ കണ്ടെത്താൻ പ്രയാസകരമായ പല സൂക്ഷ്മമായ കാര്യങ്ങളും കണ്ടെത്താനാകും. സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് സർവകലാശാലയാണ് ഈ സംവിധാനം വികസിപ്പിച്ചെടുത്തത്. തുടർന്ന് ജർമ്മനി, ബ്രിട്ടൻ, അമേരിക്ക, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ഗൾഫ് നാടുകളിലേക്കും വ്യാപിച്ചു. ഇന്ത്യയിൽ ഡൽഹി എയിംസ്, ചണ്ഡീഗഡിലെ പ്രമുഖ മെഡിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായ PGIMER, ഇംഫാലിലെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നീ സ്ഥാപനങ്ങളിൽ ഇത് സജ്ജീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ ഇത് ആരോഗ്യ ഫോറൻസിക് വിഭാഗത്തിന്റെ ഭാഗമാക്കാനുള്ള നീക്കം ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് നടക്കുന്നത്. മാനുഷികതയാണ് ഈ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. മൃതദേഹത്തോടുള്ള ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടത്താൻ ഇതുവഴി സാധിക്കും. കേരളം പോലെ സാമൂഹിക ബോധമുള്ള ജനവിഭാഗത്തിന് ഇത് ഏറെ ആശ്വാസകരമാണ്. മതപരവും സാംസ്കാരികവുമായ കാരണങ്ങളാൽ മൃതദേഹം കീറിമുറിക്കുന്നതിനോട് വിയോജിപ്പുള്ള കുടുംബങ്ങൾക്ക് വിശേഷിച്ചും സംശയമുള്ള മരണങ്ങളിൽ യഥാർത്ഥ മരണ കാരണവും സത്യവും കണ്ടെത്താനുള്ള അനിവാര്യമായ നടപടിക്രമമാണ് പോസ്റ്റ്മോർട്ടമെങ്കിലും അത് നിർവഹിക്കപ്പെടുമ്പോൾ മൃതദേഹത്തോടുള്ള ആദരവും കുടുംബത്തിന്റെ വികാരവും പരമാവധി മാനിക്കാൻ ഭരണകൂടത്തിന് ബാധ്യതയുണ്ട്. വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലെ ഫോറൻസിക് വിഭാഗം ഈ സംവിധാനം നന്നായി പ്രയോജനപ്പെടുത്തി വരുന്നു. വിർച്വൽ ഓട്ടോപ്സിയിലൂടെ മിനിറ്റുകൾക്കകം സ്കാനിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുന്നതിനാൽ മൃതദേഹം വിട്ടു നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കാനുമാകും. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുന്നതും കാത്ത് മോർച്ചറിക്ക് മുമ്പിൽ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന ബന്ധുക്കളുടെ പ്രയാസത്തിനും അറുതിയാകും. കോടതികളിൽ തെളിവുകൾ സമർപ്പിക്കുന്നതിലും കൂടുതൽ സഹായകമാണ് പുതിയ സംവിധാനം. പരമ്പരാഗത പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർ രേഖാമൂലം തയ്യാറാക്കുന്ന റിപ്പോർട്ടും ചില ചിത്രങ്ങളും മാത്രമാണ് കോടതികളിൽ എത്തുന്നത്. ശരീരം സംസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു പുനർപരിശോധന പ്രയാസകരവുമാണ്. മൃതദേഹം വീണ്ടും പുറത്തെടുത്ത് പരിശോധന നടത്തുന്നത് അത്യന്തം വിഷമകരവും പലപ്പോഴും നിഷ്ഫലവുമായിരിക്കും. വിർച്വൽ ഓട്ടോപ്സിയിലൂടെ ലഭിക്കുന്ന ഡിജിറ്റൽ ഡേറ്റ കാലപ്പഴക്കത്തിൽ നിഷ്പ്രഭമാകാതെ കമ്പ്യൂട്ടറുകളിൽ സൂക്ഷിച്ചു വെക്കാനാകും. വർഷങ്ങൾക്കു ശേഷം കേസിൽ പുനരന്വേഷണം പ്രഖ്യാപിച്ചാൽ ഈ ഡിജിറ്റൽ തെളിവുകൾ വീണ്ടും പരിശോധിച്ച് പുതിയ നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും. സ്വാധീനം കൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ തിരിമറി നടത്താൻ പറ്റില്ലെന്ന് സാരം. കോടതി മുറികളിൽ ജഡ്ജിമാർക്കും അഭിഭാഷകർക്കും മുമ്പാകെ കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെ മരണകാരണം വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നത് വിചാരണ നടപടികൾ കൂടുതൽ സുതാര്യവും കൃത്യവുമാക്കും. അതേസമയം എല്ലാ കേസുകളിലും ഫലപ്രദമല്ല വിർച്വൽ ഓട്ടോപ്സി. വിഷബാധ, ചില അണുബാധകൾ, സൂക്ഷ്മ പരിശോധന ആവശ്യമായ കേസുകൾ, രാസപരിശോധന തുടങ്ങിയവയ്ക്ക് പരമ്പരാഗത രീതി ആവശ്യമാണ്. വിർച്വൽ ഓട്ടോപ്സിയോടൊപ്പം പരമ്പരാഗത പോസ്റ്റ്മോർട്ടം രീതിയും നിലനിർത്തേണ്ടി വരും. അതേസമയം ഉയർന്ന സാമ്പത്തിക ചെലവ് വരുന്ന പദ്ധതിയാണിത്.
മികച്ച നിലവാരമുള്ള CT സ്കാനുകൾ, അനുബന്ധ ഉപകരണങ്ങൾ, ഡിജിറ്റൽ ഡേറ്റ സംവിധാനങ്ങൾ, പ്രത്യേക പരിശീലനം ലഭിച്ച റേഡിയോളജിസ്റ്റുകൾ, ഫോറൻസിക് വിദഗ്ധർ എല്ലാം ഇതിനാവശ്യമാണ്. ആരോഗ്യരംഗത്ത് കേരളം പ്രഖ്യാപിച്ച പല പദ്ധതികളും സാമ്പത്തിക പരാധീനതയും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മൂലം നടക്കാതെ പോയിട്ടുണ്ട്. വിർച്വൽ ഓട്ടോപ്സി ആ ഗണത്തിൽപ്പെടാതെ എത്രയും വേഗം ഫലപ്രദമായി നടപ്പാക്കുന്നതിൽ സർക്കാർ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്.